വേറെ പെണ്ണ് കിട്ടാത്തോണ്ടൊന്നും അല്ല. അപ്പത്തേക്കും ഞാൻ പറഞ്ഞ എനിക്ക് സെറ്റ് ആവൂല, എനിക്കിത് പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് പുതിയ വ്ളോഗ്. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചെന്നാ ചുമ. അപ്പോ ഇന്ന് തലയിലൊക്കെ നിറച്ച് താരനാണ്. കൺമണി രാവിലെ വന്ന് തലയിൽ പേൻ നോക്കി തന്നപ്പോ നിറച്ച് താരനൊക്കെ ഉണ്ട്. പേൻ എവിടെ നിന്നാന്ന് ചോദിച്ചാൽ കൺമണിയുടെ തലയിൽ നിന്നാണ് കയറണത്. അത് വേറെ കാര്യം. അപ്പൊ അവൾ പറഞ്ഞ് കറ്റാർ വാഴയിട്ട് തലയിൽ ഒരു ചെറിയ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കറ്റാർ വാഴ കട്ട് ചെയ്യാനായിട്ട് പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങള് വാഴ കട്ട് ചെയ്യാനായിട്ട് പോവാണ്. വാഴയല്ല, കറ്റാർ വാഴ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ തോട്ടത്തിലേക്ക് പോവാണ്. തോട്ടമൊന്നുമില്ല ഗൈസ്, ഒരു ചാക്കിനകത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാനും കൺമണി കൂടി. ഇന്നിവിടെ പൊതുവെ മഴയാണ് കേട്ടാ. രാവിലെ തന്നെ ഭയങ്കര മഴ ശല്യമുണ്ട്. രാവിലെ തുണിയൊക്കെ ഇവിടെ തന്നെ കഴുകിയിട്ടേക്കാണ്. പുറത്ത് നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മൾ കറ്റാർ വാഴ എടുക്കാൻ പോകുന്നത്. ഒരു വലിയ പീസ് കറ്റാർ വാഴ തന്നെ കട്ട് ചെയ്തെടുത്ത് കൺമണി സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് മതി എന്നാണ് പറഞ്ഞത്. തലയിലിടാൻ തൽക്കാലം അത്രയും മതിയാവും. ഇതാണ് നമ്മുടെ ഭീമൻ ചേമ്പ്. ഒരു മഴ പെയ്താലും ചെറിയ മഴയത്തൊക്കെ കൺമണിനെ പോലത്തെ കുഞ്ഞു ആൾക്കാർക്ക് വേഗം കയറി നിന്ന് മഴ കൊള്ളാതെ രക്ഷപ്പെടാനായിട്ട് പറ്റും ഗൈസ്. അങ്ങനെ ഞങ്ങൾ വാഴല വെട്ടിക്കൊണ്ട് കറ്റാർ വാഴ വെട്ടിക്കൊണ്ട് വന്ന് ഗൈസ്. അപ്പോൾ ഇനി അത് തലയിലിടാനുള്ള പരിപാടിയാണ്. കൺമണി എന്താന്ന് വെച്ചെന്നാൽ വേഗം സെറ്റാക്കുന്നതാണ്. ഇനി എന്താ ചെയ്യാൻ പോണ? ചീപ്പാ? ചീപ്പിനകത്തേക്ക് ചീകി എടുത്തിട്ട് തലയത്തേക്കാന്നാ പറഞ്ഞത്. കണ്ട സാലിലൊക്കെ ഫുള്ള് താരനാണ്. പിന്നെ ഭാഗ്യം നേരെ ചെറുതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഭാഗ്യം കുറച്ച് കുറക്കണം ഗൈസ്, എന്നിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. ഭാഗ്യനിര കൂടുതലായതുകൊണ്ട് അതൊന്ന് കുറക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പൊ നമുക്ക് കറ്റാർ വാഴ തേക്കണ പരിപാടിയിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ കറ്റാർ വാഴയൊക്കെ തേച്ച് നല്ല സുന്ദരനായിട്ട് ഞങ്ങൾ വഴിയിലോട്ട് പോകണം. അവിടെ മീൻകാരൻ ചേട്ടൻ വരും. അപ്പോൾ അവിടെ നിന്ന് മീൻ വാങ്ങാനായിട്ട് പോകും. ഇനി ദൂരെ വണ്ടിയിൽ പോകാനൊന്നും കഴിയത്തില്ല. അത് കാരണം അങ്ങോട്ട് നേരെ പോയി ഷട്ടൊക്കെ നനഞ്ഞിരിക്കണുണ്ട്. തല കഴുകിയതാണ്. അപ്പം അടിപൊളി. ഇട്ടാലോ? ചൂണ്ടയിട്ടാലോ? ചൂണ്ടയിട്ട മീൻ ചാടുന്നുണ്ട്. അപ്പോൾ കൺമണി പറഞ്ഞു ചൂണ്ടയിട്ടാലൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ തണുപ്പായതുകൊണ്ട് മീൻ കിട്ടില്ലെന്നാണ് പറയണത്. ഞാൻ ചിലപ്പോൾ ഒരു കൈ ശ്രമിച്ചു നോക്കും, കിട്ടിയാലോ? അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പള്ളത്തിനെ പിടിക്കാൻ പോകും. നല്ല മഴക്കാറൊക്കെയാണ്. മഴ ഇല്ലെങ്കിൽ ഞങ്ങൾ പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ഗൈസ്, വി ഫൗണ്ട് മീൻകാരൻ ചേട്ടൻ്റെ ആ കടയുടെ അവിടെ നിൽപ്പുണ്ട്. ആളിപ്പോൾ ഇങ്ങോട്ട് വരും. പിന്നെ വേറെ ആരോ വരുന്നുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. ഗൈസ്, നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ മേടിക്കാനായിട്ട് പോവുകയാണ്. അയില മതി എന്ന് പറഞ്ഞ് കൺമണി അയില സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അയില വാങ്ങാനായിട്ടാണ് നമ്മൾ പോകുന്നത്. 1/2 കിലോ അയില 140. അപ്പോൾ അയില നല്ല ഫ്രഷ് അയില നമ്മൾ മേടിച്ചാണ് ഗൈസ്. അപ്പോൾ അതേ ഞങ്ങൾ മീനൊക്കെ മേടിച്ച് കഴിഞ്ഞു. അയിലയാണ് മേടിച്ചത്. ഒരു 1/2 കിലോ അയില മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. നമുക്കിത് മുളകിട്ട് വെക്കാനാണ് ഗൈസ് പോകുന്നത്. മുളകിട്ട് വെച്ചാൽ തേങ്ങ അരച്ച് വെക്കണോ? അങ്ങനെയൊന്നും വേണ്ട, ഒറ്റക്കറി മതി. ആഡംബരമൊന്നും വേണ്ട, എനിക്ക് മുളക് വെച്ചാൽ മതി. അപ്പം ഗൈസ്, നമ്മൾ മുളകിലാണ് വെക്കാൻ പോകുന്നത്. അതും കൺമണി വെക്കും ഗൈസ്, ഞാൻ വെക്കത്തില്ല. എൻ്റെ കറിക്ക് ടേസ്റ്റ് പോരാന്ന്. മീൻ ആര് വെട്ടും? അതും ഇവള് വെട്ടും, ഞാൻ വെട്ടത്തില്ല. ഞാനിന്ന് ഫുൾ റെസ്റ്റാണ്, റെസ്റ്റ് ആൻഡ് പീസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വഴി. നമ്മളിവിടെ കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മതിലിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് വഴിയുള്ളത്. ഒരു ബൈക്ക് മാത്രമേ പോകത്തുള്ളൂ. അതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. അത് നമ്മുടെ വീടെത്താൻ പോകുന്നു ഗൈസ്. നമ്മുടെ വീഡിയോ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ശുണ്ടരൻ ഉണ്ട് ഇന്ന്. അപ്പോൾ ശുണ്ടരൻ മീൻ വെട്ടുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൺമണിയുടെ മീൻ വെട്ടൽ മാമിയാണ്. മാമിയുടെ മീൻ വെട്ടൽ. ചോദിച്ചേ മീൻ തരുവാന്ന് ചോദിച്ചേ, മീമി തരുവാന്ന് ചോദിച്ചേ. വേണോ നിനക്ക് മീമി? വേണോ? മാമി ഒന്നും മിണ്ടല്ല നമ്മളോട്. ഗൈസ്, നമ്മളിത് അയിലതാ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. 2 പീസായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുട്ടയുണ്ട് ഗൈസ് അതിൻ്റെ ഉള്ളിൽ. മഞ്ഞ മുട്ട 2-3 കിട്ടി നമുക്ക്. അപ്പം ഇന്ന് അത് സെറ്റാക്കി എടുക്കണം. ആദ്യം നമ്മൾ കണ്ടില്ല, കാരണം മുട്ട 2ആയിട്ട് പൊട്ടിപ്പോയി ഗൈസ്. കൺമണിതാ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺമണിതാ അയിലവട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചണിലോട്ട് പോവാണ്. കിച്ചണിൽ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ജയശ്രീ ഒന്ന് ചിരിക്കൂ.
ജയ്സൊരു അപ്പം ഉണ്ടാക്കുകയാണ് ഗൈസ്. ഗായ്സ് നാത്തൂനും ഭയങ്കര സംസാരത്തിലാണ് ഗൈസ്. ഗൈസ് അപ്പൊ ഇന്ന് നമുക്ക് 2 പരിപാടിയാണ് ഉള്ളത്. ഒന്ന് അച്ചാറിടാനുണ്ട്. 2 ദിവസമായി മാങ്ങ അരിഞ്ഞ് വെച്ചിട്ട് ഇതുവരെ സമയം കിട്ടാത്തതാണ് അച്ചാറിട്ടിട്ടില്ല. നല്ല മൂവാണ്ട മാങ്ങ, മൂവാണ്ടല്ല വെളിച്ചുണ്ട മാങ്ങ. അന്ന് നമ്മളെ കൺമണിയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന കിളിച്ചുണ്ട മാങ്ങയാണ്. അപ്പോൾ അതാണ് ഇന്ന് അച്ചാറിടാനായിട്ട് പോണത്. കമോൺ ഗൈസ്, അപ്പൊ നമുക്ക് വെൽക്കം ടു അടുക്കള. നമുക്ക് നമ്മുടെ മീൻകറി വെച്ച് തുടങ്ങാം. അപ്പൊ എല്ലാരും കമാൺ. നമ്മള് വറുക്കാനുള്ള നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ എന്താ പറയാ പണ്ടാരം അയില. നമ്മുടെ അയിലയുടെ മുട്ട, അയിലയുടെ മുട്ടയൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടത് കൊതി വിട്ടു. അഖിലയുടെ മുട്ടയില്ല, അയിലയുടെ മുട്ട. അയിലയുടെ മുട്ട 2 സ്പെഷ്യൽ സാധനം. നല്ല കിടുക്കാച്ചി മുട്ട, നല്ല അയില. അപ്പൊ ഇത് നമുക്ക് വറുത്ത് കഴിക്കണം. ഇവൻ എന്റെ മൈക്ക് വേണം ഗൈസ്. തരത്തില്ല, ഞാൻ തരത്തില്ല. തുടങ്ങിയിരിക്കണം. എന്റെ ശ്രീധനക്കാ ഞാൻ കാണിക്കണ എല്ലാരെ കാണിക്കണന്ന്. ഗൈസ് ഇവൻ ചീറ്റുന്നു, പേടിപ്പിക്കാണ് ഗൈസ് എല്ലാരെ. ചുടുക്കാമണി പേടിപ്പിക്കണോ നീ? ചുടുക്കാമണി എല്ലാരും പേടിപ്പിക്കണോ? ഉടുമ്പ് ചീറ്റണ പോലെയാണ് ഗൈസ് ചീറ്റുന്നത്. സൂപ്പർമാൻ പിടിക്ക് കാഴി പിടിച്ചോ. ഫിഷ് മസാല ചേർക്കണേ മീൻ കറിയില്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലേന്നാ നമ്മളന്ന് ആദ്യമായിട്ട് ഞാൻ എന്തോ നൈസായിട്ട് പണി പാടി ഫിഷ് മസാല എന്നും പറഞ്ഞ് ചേർത്തത് ചിക്കന്റെ ഫ്രൈ മസാല. ഗൈസ് മീൻകറിയിൽ കൊണ്ട് ചിക്കന്റെ ഫ്രൈ മസാല ഇട്ട് ഗൈസ്. കുഴപ്പമില്ല, അതിലെ വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും, പൊളിക്കുന്നു. ഗൈസ് നിങ്ങൾ നോക്കൂ, ചിക്കൻ ഫ്രൈ മസാല മീൻകറിയിൽ കൊണ്ടിട്ടാ. ചിക്കൻ ഫ്രൈ മസാല, ഫിഷ് മസാലയാണ് പോലും. കറി കൊളാക്കി ഗൈസ്, ഒന്നും പറയാനില്ല. ഫിഷ് മസാല ഓർത്തിട്ടതാണ് ഗൈസ്. അപ്പൊ ഇതൊരു നല്ല ചേരുവയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളും ട്രൈ ചെയ്തോ. എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങളൊന്ന് അത് നോക്കട്ടെ. ഞാൻ ഇട്ടപ്പോഴേക്ക് ചിക്കന്റെ മസാലയുടെ മണം. ചിക്കന്റെ മസാലയുടെ മണം. ചിക്കൻ ഫ്രൈ മസാല ഇട്ട് വെച്ച അയിലക്കറി, ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. എങ്ങനെ ചിക്കൻ മസാല ഇട്ട് അയിലക്കറി വെക്കാം. സൂപ്പർ സാധനം, നല്ല പൊളി ടേസ്റ്റ്. ആ പുളിയും ഗൈസ് സത്യം പറയാലോ, വേറെ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. കൊള്ളാല്ലേ? നമുക്കത് ചെറുതായിട്ട് വറ്റിച്ചെടുക്കാം. ഒത്തിരി ചാറ് വേണ്ടല്ലേ? ഒത്തിരി വേണ്ട. കൺമണി പാവം ഗൈസ്, ഇങ്ങനെയുള്ള ഈ സമയത്തും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. എനിക്ക് നല്ല ടേസ്റ്റ് ഉള്ള കറി കൂട്ടണം, അതുകൊണ്ടല്ലാതെ വേറെ ഒന്നുമല്ല. എന്റെ കറിയുടെ ടേസ്റ്റ് ഇല്ലേ? ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ചെമ്മീനൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിരുന്നു. നല്ല അടിപൊളി ചെമ്മീൻ കറി വെച്ച് കൊടുത്ത്, ബീഫ് കറി വെച്ച് കൊടുത്ത്. ഞാൻ കൂടി വെച്ചിട്ടാണ്. അതിനകത്തല്ലേ ഇട്ടത് ഞാൻ. എന്തോ എന്താ ഞാനാണ് എല്ലാം പറഞ്ഞു തന്നെ ഇടിച്ചതും ഒക്കെ. എന്നിട്ട് ഇപ്പൊ ബീഫ് കറി ഒറ്റയ്ക്ക് വെച്ചാ വട്ടത്തിൽ ചുറ്റിച്ചേക്ക് ചട്ടിയെടുത്ത്. തുണി പിടിക്കുക ചേട്ടാ, എന്തൊരു ഇറക്കനാണിത്. ഇപ്പൊ ചട്ടി വട്ടത്തിൽ കറക്കണം ഗൈസ്. ഇങ്ങനെ കറക്കണം, വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ ആക്കണം. നമ്മുടെ പങ്കാമ എപ്പോഴും കറക്കുന്ന കണ്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി. എന്താന്ന് വെച്ചാൽ അമ്മ കുറച്ച് ദിവസമായി അച്ചാർ വേണമെന്ന് പറയണം. മാങ്ങ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അമ്മക്ക് അച്ചാർ വേണം. അങ്ങനെ 2 ദിവസമേ പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ടാണ് റെഡിയാക്കാൻ പറ്റാഞ്ഞ. അപ്പൊ ഇന്നെന്തായാലും അത് ചെയ്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അച്ചാറിടാനായിട്ട് പോവാണ്. അങ്ങനെയാണ് നമ്മൾ അച്ചാറിൻ്റെ ഒരു ഇതിലേക്ക് എത്തിയത്, അച്ചാർ ഇടണമെന്നുള്ളത്. കാരണം അപ്പോൾ ഇതെല്ലാം എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മാങ്ങ ഇടാൻ പോവാണ്. ഉപ്പും മുളകും എല്ലാം മഞ്ഞപ്പൊടിയും ചേർത്ത് ഇളക്കി വെച്ച് വാങ്ങി. ഉപ്പും മുളകും കായപ്പൊടി എല്ലാം കൂടി ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണത്. കായത്തിന്റെ ടേസ്റ്റ്. ഇതിലാണ് നമ്മൾ മീൻ വറുക്കാൻ പോകുന്നത്. നമ്മുടെ പഴയ അപ്പച്ചട്ടിയാണ്. ഇതാണ് നമ്മുടെ ഇപ്പൊ മീൻ വറച്ചട്ടി. മതിയോ? കുറച്ച് കഴുകുണ്ട്. അപ്പൊ കുറച്ച് വേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്റെ പൊന്നെ, പേടിച്ചു കൈസ്, പേടിച്ചു. എന്നെങ്ങാനും ഇപ്പൊ വേപ്പിലിട്ടതാണ് പൊട്ടിത്തെറിച്ച് ഇവിടെയൊക്കെ ആകെ വീണടക്കാണ്. അത് നമ്മുടെ ചാളയും ചാളയല്ല കൈസ്, അയില ഇവിടെ നമ്മുടെ അപ്പച്ചട്ടിയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്പച്ചട്ടിയിലാണ് അയില വറുക്കുന്നത്. പഴയ അപ്പച്ചട്ടിയാണ്. എന്നാലും നമ്മള് അച്ചാറ് പോയതിനെ കൈസ്. ആണിതേ അയില മൊരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇട്ടിട്ടേ ഉള്ളൂ. കൺമണിയുടെ കൈപ്പുണ്യാണ്. ഇത് കണ്ടിട്ടാണ് ഞാൻ അവളെ കെട്ടിയത് തന്നെ. അപ്പൊ സൂപ്പറാണ് കൈസ്. അതൊക്കെ കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങളെങ്ങനെയാ കല്യാണം കഴിച്ചതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ ഒരു റിലേഷൻ മീൻസ് എന്താ വെച്ചാ എന്താ പറയാ, ഞങ്ങള് മൊത്തത്തില് 6 വർഷത്തെ പരിചയമുണ്ട് അല്ലേ? ഞങ്ങൾ 6 വർഷത്തെ പരിചയമുണ്ട്. പക്ഷെ ഞങ്ങള് തമ്മില് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. എന്താ പറയാ, കല്യാണം അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ആ ഒരു കഴിഞ്ഞ ഈ 1 വർഷത്തിന് മുന്നേ, 1 വർഷം 2 വർഷം അല്ലേ, 2 വർഷത്തിന് മുന്നേ അമ്മയും പെങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് സനീഷേനെ ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പൊ പിന്നെ ഇവര് നിർബന്ധിച്ചപ്പോ എനിക്ക് വേറെ പെണ്ണ് കിട്ടാത്തോണ്ടൊന്നും അല്ല. അപ്പത്തേക്കും ഞാൻ പറഞ്ഞ എനിക്ക് സെറ്റ് ആവൂല, എനിക്കിത് പറ്റത്തില്ല, ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഇവളുടെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചു. അപ്പൊ ഞാൻ ഇവളെ വിളിച്ച് സംസാരിച്ചേടി ഇങ്ങനെ ഇവരിവിടെ പറയുന്നുണ്ട്, നമ്മളിപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഇവള് തുടങ്ങി, ചേട്ടാ ഞാനിപ്പോ അതിന് തയ്യാറെന്താ, എനിക്കതിന് താല്പര്യമില്ല, എന്റെ മൈൻഡൊക്കെ വേറെയാണ്, ചേട്ടനൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഞാനപ്പോ രക്ഷപ്പെട്ട് അവക്കൊന്നുമില്ലെന്ന് ഓർത്ത് ഞാൻ ഫോണൊക്കെ കട്ട് ചെയ്ത്. പിറ്റേ ദിവസം രാവിലെ ഉള്ള ചേച്ചി വിളിച്ചേക്ക ഗൈസ്, അതേ സനീഷക്ക് കുഴപ്പമില്ല ജയറാമേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുഴപ്പമില്ലേ? അപ്പൊ ഞാനിവളെ വിളിച്ച്, അത് ചേട്ടാ അത് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങളത് പലവട്ടം വേണ്ടെന്നൊക്കെ വെക്കാൻ തീരുമാനിച്ചു. പക്ഷെ വിധി നമ്മളെ ഇവിടം വരെ എത്തിച്ചു ഗൈസ്. അതാണ് നമ്മുടെ ഒരു ഇത്. ഈ നമ്മള് ഇത്രയും 6 വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് ലൈനൊക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും സെറ്റ് ആയിട്ടില്ല. ഇതെന്റെ തലയിൽ വരാനായിട്ടായിരുന്നു അതെല്ലാം പോയത്. പക്ഷെ എനിക്ക് കിട്ടിയത് എന്റെ തങ്കക്കുടമാണ് ഗൈസ്. ഇവിടെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്, ഇതെന്റെ തങ്കച്ചരിവ്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഒരു കുട്ടനാടുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായി. ഞങ്ങൾ നേരത്തെ കല്യാണത്തിന് മുമ്പ് ഇവരുടെ വീട്ടിലൊക്കെ പോവായിരുന്നു. അവിടെ പോയി ഫുഡൊക്കെ അടിച്ചിട്ട് നല്ലോണം വരുമായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഇവർക്ക് സാധനങ്ങളൊന്നും മേടിച്ചിട്ട് പോവില്ല. ഇവളെന്ത് ചെയ്യുമെന്ന് അറിയോ, നമ്മള് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ തന്നെ ജെട്ടിയിൽ നോക്കിയിരിക്കും. അവര് വീട്ടിൽ നോക്കിയിരിക്കും അവരെന്തെങ്കിലും കൊണ്ടുവരണുണ്ടോന്ന് അറിയാനായിട്ട്. എന്നിട്ട് കല്യാണം നമുക്കറിയില്ല, നമ്മളൊന്നും മേടിക്കാണ്ടാവണം. അത് തെറ്റായിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനത്തെ മൈൻഡ് ഇവള് നോക്കിയിരുന്നിട്ടേ എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വെച്ചാ എന്ത് സ്വഭാവമാണ് നിങ്ങൾ അന്ന് നിങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ട് വരും എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നോക്കിയിരിക്കുകയായിരുന്നു. നമുക്കറിയില്ലല്ലോ, നമ്മളവിടെ പോയി അവിടെ മിനിമം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും, നമ്മൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹം അവിടെ നടക്കും. ഇദ്ദേഹം ഇങ്ങനെ ഇരുന്നേച്ചാണ് ആ വരമ്പത്ത് കാറ്റടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ മിന്നണ പുഴുവിനെ പോലെ നടന്നിട്ടുള്ള ടീമാണ്. ആളെ ഞാൻ എന്നിട്ട് ഈ മിന്തണ പുഴുവിന് കിട്ടിയുള്ളൂ ഗൈസ്. അതാണ് നമ്മുടെ ഒരു എന്താ പറയാ ഭാഗ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് പോയി കുട്ടനാട്ടിൽ പോയി അവരായിട്ട് സംസാരിച്ച് എല്ലാം ഡീൽ ചെയ്ത് ഇവർക്ക് ഓക്കെ ആയിരുന്നു. ഇവള് എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
ബാലാജി മെഡിക്കൽ സെന്ററിൽ എന്തായിരുന്നു നീ നിന്റെ ജോലി എന്തായിരുന്നു? ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു കഴിച്ചവള്. അപ്പൊ ലാബ് ടെക്നീഷ്യൻ ഇപ്പൊ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചു. അമ്മക്ക് സുഖമില്ലാണ്ട് വന്നപ്പോഴത്തേക്കും അവള് ജോലി നിർത്തിയതാണ്. പിന്നെ ഇപ്പൊ പ്രഗ്നന്റ് ആയതുകൊണ്ട് വേറെ എങ്ങോട്ട് നോക്കണല്ലോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നോക്കാലെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അതാണ് ഗൈസ് ഞങ്ങളുടെ ഒരുപാട് ട്രാജഡികളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ പറയണില്ല. നമ്മളിത് ഒരു ഗൈസ് അപ്പൊ കഥയൊക്കെ പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ അച്ചാറിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ അച്ചാറിന്റെ അകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടോണ്ടിരിക്കുകയാണ്. അതെന്തിനാ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ട് ഇടാൻ മറന്നുപോയി ഗൈസ്. ഞാൻ ഇത് ലാസ്റ്റ് എന്തിനാ ഇടണേന്ന് ഇതിനകത്തിട്ട് മൂപ്പിക്കുമെന്നൊക്കെ ആദ്യം പറഞ്ഞ ടീമാണ്. ഇപ്പൊ മറന്നുപോയിന്ന്. ഇന്ന് മൊത്തം മതിയാണ്. പക്ഷെ ഗൈസ് കുട്ടനാടെന്ന് ഞാൻ പെണ്ണ് കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം അവിടെ ഉള്ളവരെല്ലാം ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾക്കാർ കുട്ടനാട് ചെറുകായലിലാണ് കഴിച്ചുള്ളത്. ഞാൻ പോയതിൽ വെച്ച് എനിക്ക് അങ്ങനെ തോന്നിക്കുക. എല്ലാവരും നമ്മൾ ചെന്നാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. ഇപ്പൊ എന്ത് പരിപാടി കല്യാണോ പരിപാടിയൊക്കെ ആയാലും എല്ലാവരും നല്ല ജിങ്കാലാണ് ഗൈസ്. അപ്പൊ കുട്ടനാട്ടിലെ എല്ലാവർക്കും എന്നെ സ്വീകരിച്ച എൻ്റെ അമ്മായച്ചനും അമ്മായിയമ്മക്കും എൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നേ. പിന്നെ ഒരു കാര്യമുണ്ട്, എന്നെ പോലത്തെ ഒരു മരുമോനെ കിട്ടാനും ഇവര് പുണ്യം ചെയ്യണം. എന്നെ പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടാൻ എൻ്റെ ഈ ഭാര്യയും കുറച്ച് തവസൊക്കെ ഇരിക്കേണ്ടി വരും. എന്നെ പോലത്തെ 100 വട്ടം സമ്മതിച്ചെന്നാ ഞാൻ പറഞ്ഞ സത്യമാണ്. ഇത് കണക്കത്തെ ഒരു ചെറുക്കനെ എനിക്ക് കിട്ടാനേ പോകുന്നില്ല. കാരണം ഇത്ര സ്നേഹമുള്ള ചെറുക്കന് അല്ല ചെറുക്കണ്ട എനിക്ക് വയ്യ സ്നേഹമുള്ള ചെറുക്കൻ. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, അവിടെ എല്ലാരും വിചാരിച്ചു ഞങ്ങള് സ്നേഹിച്ച് കെട്ടിയെന്നാണ് വിചാരിച്ചത്. എല്ലാരും അങ്ങനെ തന്നെ. ഞങ്ങളെ അറിയാവുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഞങ്ങളെ സ്നേഹം എന്തിന് ഞങ്ങളെ ഇവളുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ പയ്യൻ വരെ ഞങ്ങളെ സ്നേഹിച്ച് കെട്ടിയാന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങള് സ്നേഹിച്ച് കെട്ടിയതല്ല. ഞങ്ങള് നേരത്തെ തൊട്ട് അറിയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എല്ലാരുമായിട്ട് നല്ല കമ്പനിയാവും. ഞങ്ങൾ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനി ആവുന്ന കൂട്ടത്തിലാണ് ഗൈസ്. അതിപ്പോ ആരായാലും അങ്ങനെ വിചാരിക്കും. നമ്മളൊരു കമ്പനി വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും അങ്ങനെ വിചാരിച്ചത്. കാരണം ചേട്ടൻ അതിന് മുന്നേ അവിടെ വരി എടുക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും അവർക്ക് ഞാൻ ഫുഡ് അടിക്കാനുള്ള മൈൻഡിലും കറങ്ങാനുള്ള മൈൻഡിലായിട്ട് ഞാൻ പോകും. ഞാനും പെങ്ങൾ അളിയനും എല്ലാരും കൂടി പോകും. അപ്പൊ ആൾക്കാർ ഓർക്കും ഇതുവരെ തന്നെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കാം സ്നേഹം ഉണ്ടായി. എന്റെ കഥ ഇന്നിവിടെ പറയുന്നില്ല. പിന്നെ വിറ്റെന്താന്ന് വെച്ചാൽ ലാസ്റ്റ് കല്യാണം ഉറപ്പിക്കുന്നതിനൊക്കെ മുന്നേ ഒരു തവണ ഞങ്ങൾ കറങ്ങാൻ പോയി. അപ്പോഴത്തേക്ക് എന്നിട്ട് ഞങ്ങൾ ബോട്ടിൽ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പൊ ഇവളുടെ അമ്മയും കൂടി ഇരിപ്പുണ്ട്. ഞാൻ ഇരിക്കണതിന്റെ തൊട്ട് ബാക്കിൽ. അപ്പൊ ഇവളുടെ അമ്മ പറയാന്ന് അവര് വന്ന് കല്യാണം ആലോചിച്ചാലും നമുക്ക് ഈ ബന്ധം നടത്തരുത് ഇവളുടെ ഈ ബ്യൂട്ടിഫുൾ ഗേളിന്റെ അമ്മ പറഞ്ഞു. പക്ഷെ സംഭവം ഇങ്ങനെ ആയി ഗൈസ്. അതാണ് വിധി എങ്ങനെയൊക്കെ വന്നാലും നമുക്ക് യാതൊരു കാരണവശാലും തടുക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരും. വരാനുള്ള വഴി തങ്ങൂല. തങ്ങാതെ ഞങ്ങളുടെ വീട്ടിൽ ബോട്ടും പിടിച്ചു തന്നു. ഇതാണ് ഞങ്ങളുടെ ഒരു കുട്ടനാടൻ വേറെ വൈബ് ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞ് ഞങ്ങള് കല്യാണത്തിന് മുന്നേ അല്ല, കല്യാണം കഴിഞ്ഞാണ് നമ്മൾ ലവ് ചെയ്യുന്നത്. ലവ് വാൻസ് കല്യാണത്തിന് മുന്നേ കല്യാണം നമ്മള് കല്യാണം അടുക്കുന്ന വരെ ഞങ്ങൾ ഇത് വേണോ വേണ്ടേ അങ്ങനെ വേണോ വേണ്ടേ ലാസ്റ്റ് ഉറപ്പിച്ച് എന്തായാലും കെട്ടി. അങ്ങനെ ഉറപ്പിച്ച് എല്ലാം സെറ്റായി ഗൈസ്. ഇപ്പൊ അച്ചാർ നോക്കിക്കട്ടെ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അച്ചാറുണ്ടാക്കി, മീൻ പൊരിച്ച്, പിന്നെ അയിലക്കര വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. അപ്പൊ നമ്മളിനി എല്ലാം കൂട്ടി അങ്ങോട്ട് നല്ല പിടിപിടിക്കാൻ പോവാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.